നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ചൊരു പുസ്തകം അതെനിക്കൊരുപാട് സ്വാധീനിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കും അത് പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കണ്ടിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാം എന്ന് ആഗ്രഹിച്ച് ഈ വീഡിയോയിലേക്ക് വന്നത്. പുസ്തകത്തിൻ്റെ പേര് 90 Days to Life എന്നാണ്. ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ഞാൻ പുസ്തകത്തിൻ്റെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും പറയുവല്ല. പക്ഷേ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങണം, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പൊക്കെ ആരംഭിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിലവിൽ ഒരു ബിസിനസ് ചെയ്ത് ക്രൈസിസ് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഒക്കെ വളരെ ആശ്വാസം തരുന്ന ഒരു സൂപ്പർ ടെസ്റ്റ് തന്നെയാണ് ഈ 90 Days to Life എന്ന് പറയുന്നത്, റൂബിൾ സാറിൻ്റെ. അപ്പോൾ അതിൽ അവതാരിക എഴുതിയിരിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വലിയ ബിസിനസ് പവർ എന്നൊക്കെ പറയാവുന്ന കൗച്ചൗസപ്പ് ചിറ്റിലപ്പള്ളി സാറാണ്. അദ്ദേഹം അവതാരികയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒന്ന് വായിക്കാതെ. നീന്തലറിയാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയാൽ എങ്ങനെയുണ്ടാകും? നമ്മൾ വെള്ളം കുടിക്കും. ബിസിനസ്സിനെക്കുറിച്ച് കാര്യമായ ധാരണകളില്ലാതെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ലിൻഡ എന്ന യുവതിക്കും സംഭവിച്ചത് അതുതന്നെയായിരുന്നു. അറിവില്ലായ്മ കൊണ്ട് അവൾക്ക് പല അബദ്ധങ്ങളും സംഭവിച്ചു. ഉള്ളിലുള്ള ഭയവും നിഷേധ ചിന്തകളും അവളുടെ പരാജയത്തിന് ആക്കം കൂട്ടി. ബിസിനസ് പരാജയത്തിൻ്റെ തുടർച്ചയെന്നോണം വ്യക്തി ജീവിതത്തിലും അവൾക്ക് കാലിടറി. ഒടുവിൽ ആത്മഹത്യ ചെയ്യാൻ അവൾ തീരുമാനിക്കുന്നു. ആത്മഹത്യ ചെയ്യാനായി ബീച്ചിൽ നിൽക്കുന്ന അവളെ മരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഒരു അപരിചിതനായ വ്യക്തി. 90 ദിവസത്തേക്ക് മരിക്കരുതെന്ന് അയാൾ അവളുമായി ഒരു കരാർ ഉണ്ടാക്കുന്നു. ഇതാണ് സത്യത്തിൽ അതൊരു നോവൽ പോലെയാണ്. നമ്മൾ വായിച്ചു വരുമ്പം നമുക്ക് വെറുപ്പ് വരില്ല, അല്ലെങ്കിൽ ബോറടിക്കില്ല. പുസ്തകം കയ്യിലെടുത്താൽ ഉറപ്പാണ് നമ്മളത് കണ്ടിന്യൂ ആയിട്ട് വായിച്ചിരിക്കും. അങ്ങനെ ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതിൽ അഭിപ്രായങ്ങൾ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന നമ്മുടെ മോഹൻലാൽ, അദ്ദേഹം നല്ലൊരു അഭിപ്രായം പുസ്തകത്തെക്കുറിച്ച് വായിച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. ഏത് സർഗാത്മക സൃഷ്ടിയെയും പോലെ തന്നെയാണ് ഒരു ബിസിനസ് ആരംഭിച്ച് അതിനെ വളർത്തി വിജയിപ്പിച്ച് കാലങ്ങളോളം നിലനിർത്തുക എന്നത്. ആശയ രൂപീകരണവും അധ്വാനവും തിരിച്ചടികളിൽ പതറാതിരിക്കാനുള്ള ഇച്ഛാശക്തിയും അതിന് ആവശ്യമാണ്. പലരും പല കാരണങ്ങളിൽ ഇതിൽ അടിപതറുന്നത് നാം നിത്യേന എന്നോണം കാണാറുണ്ട്. സാമ്പത്തിക തകർച്ച മുതൽ സർക്കാരുകളുടെ നയങ്ങൾ വരെ ബിസിനസ്സിനെ ബാധിക്കുന്നു. പലപ്പോഴും സമൂഹത്തിൻ്റെയും സംഘടനകളുടെയും ഘടനകളും നൂലാമാലകളും കാരണമാകുന്നു. വരവേൽപ്പ് എന്ന സിനിമ ഈ അവസ്ഥയുടെ ഇപ്പോഴും പ്രസക്തമായ ഉദാഹരണമാണ്. ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഈ പുസ്തകം ജീവിത പാഠത്തിലേക്ക് കൂടി തുറന്ന ജാലകമാണ്. ഇതിലൂടെ നോക്കിയാൽ വിജയത്തിൻ്റെ ആകാശം കാണാം. കണ്ടോ എന്ന് മോഹൻലാൽ. പിന്നീട് ശശി തരൂർ, നമുക്കെല്ലാം സുപരിചിതനാണ് അല്ലേ? എപ്പോഴും വാർത്തയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മുഖം കൂടിയാണ് ശശി സാറിൻ്റെ. അപ്പോൾ അദ്ദേഹം പറയുന്നതാ നോക്കിയേ. തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് പ്രതീക്ഷയിലേക്ക്, സംരംഭക വിജയത്തിലേക്ക് എങ്ങനെ കുതിക്കാമെന്ന് കഥയിലൂടെയും അനുഭവങ്ങളിലൂടെയും ലളിതമായും രസകരമായും വിശദീകരിക്കുന്ന പുസ്തകം. ഒന്നുമില്ലായ്മയിൽ ഒരു ബിസിനസ് തുടങ്ങി വിജയിക്കാൻ ആവശ്യമായ എല്ലാ ബിസിനസ് തന്ത്രങ്ങളും ഒരു നോവലിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഗ്രന്ഥകർത്താവായ റൂബിൾ ചാൻഡ്രയുടെ വിജയം. വലിയ ബിസിനസ് വിജയങ്ങൾ നേടാൻ നിരവധി ഇന്ത്യൻ യുവത്വത്തിന് ഈ പുസ്തകം പ്രചോദനമാകുമെന്നതിൽ എനിക്ക് സംശയമില്ല എന്ന് ശശി തരൂർ.
അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ് കേട്ടോ, അറിയാമല്ലോ. നല്ല പ്രാസംഗികനാണ്, രാഷ്ട്രീയത്തിലൊക്കെ ശോഭിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കെല്ലി സള്ളിവൻ വാർഡൻ, US-കാരിയാണ്. പുള്ളിക്കാരി പറയുന്നത് നോക്കിയേ. 90 Days to Life എന്ന ഈ പുസ്തകം എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. രസകരമായ നിർമ്മിതിയിൽ പൊതിഞ്ഞ ശൈലിയിൽ ജീവിതം മാറ്റിമറിക്കുന്ന മാതൃകകളും അലങ്കാരങ്ങളും ബിസിനസ് സ്ട്രാറ്റജികളും ഉൾക്കൊള്ളിക്കുന്ന ഈ പുസ്തകം നമ്മെ ഗാഢമായ ഉറക്കത്തിൽ നിന്നുണർത്തുന്ന ശക്തമായൊരു സ്വപ്നം പോലെയാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജ് വായിച്ചു കഴിഞ്ഞാലും ഇതിലെ കഥാപാത്രങ്ങൾ നമ്മളെ വിട്ടുപോകുന്നില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ സന്തോഷത്തോടെ തിരിച്ചറിയുന്നുണ്ട്. അർജുൻ്റെ ശക്തമായ എന്നാൽ ദയാവായ്പോടുകൂടിയുള്ള ശബ്ദം എൻ്റെ ചെവിയിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഈ പുസ്തകം വായിച്ചിട്ട് ഏറെ നാളായിട്ടും അർജുൻ പഠിപ്പിച്ച കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ അതേപടി നിൽക്കുന്നു. ബിസിനസ്സും ജീവിതവും അടുത്ത തലമുറയിലേക്ക് ഉയർത്താൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് ഉള്ളതാണ്. ഇതാണ് കെല്ലി സള്ളിവൻ വാർഡൻ എന്ന വ്യക്തി നമ്മളിലേക്ക് തരുന്ന സന്ദേശം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതിനകത്ത് ലിൻഡയും അർജുനും തമ്മിലുള്ള സംഭാഷണമാണ് കൂടുതലും. സംഭാഷണം മാത്രമല്ല, അതൊരു നോവൽ മാതൃകയിലേക്ക്, നമുക്കൊരു നോവൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ്സിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി ബിസിനസ്സിൽ മുന്നേറാം എന്ന് നമ്മളെ അനുഭവത്തിലൂടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി നമ്മൾ ലിൻഡ എന്ന് പറയുന്നത് അവരവർ തന്നെയാണ്. ഞാൻ ഈ ടെസ്റ്റ് വായിച്ചപ്പോൾ ലിൻഡ എന്ന് പറയുന്ന വ്യക്തി ഞാൻ തന്നെയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അത് വായിച്ച പലരും പറയുന്നത് ഞാൻ തന്നെയാണ് ലിൻഡ എന്നാണ്. സത്യമാണ്, നമുക്കങ്ങനെ തോന്നിപ്പോവും, സ്വാഭാവികമാണ്. അതുതന്നെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകതയും എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇതിനകത്ത് വിശ്വാസത്തെക്കുറിച്ച് ഒരു പോർഷൻ പറയുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഒരു കുറച്ച് ഭാഗം ഞാനൊന്ന് വായിക്കാം. പേജ് നമ്പർ 396 ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആക്സിലേറ്റർ 6, സമ്മർദ്ദത്തെയും യാതനകളെയും ആഘോഷമാക്കി മാറ്റുക. അതാണ് അതിൻ്റെ ഒരു ഹെഡിങ്. അപ്പം അതിൽ വിശ്വാസത്തെയും, അതായത് ആത്മീയതയും ആധ്യാത്മികതയും അല്ലെങ്കിൽ വിശ്വാസത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു പുസ്തകത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യം. ഞാൻ മതവിശ്വാസി എന്നതിനപ്പുറം ആധ്യാത്മികമായ വ്യക്തിയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി അത്തരത്തിൽ പറയാം. ഈ കഥയിലെ വ്യാളി നിൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധി, വിഷാദം അല്ലെങ്കിൽ മാനസികമായ അരക്ഷിതബോധം എന്നിവയെയാണ് ചിന്തിപ്പിക്കുക. ആ വ്യാളി നിന്നെ പിന്തുടരുകയാണ്. ഇനി മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടതിലേക്ക് നിങ്ങളെ സ്വയം സഖ്യത്തിലാക്കാം. അർജുൻ എൻ്റെ അടുത്തിരുന്ന് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് നീ സന്തോഷമായി കരുതുന്നതെങ്കിൽ അതിനായി സഖ്യത്തിൽ ആകാവുന്ന ആഗ്രഹം പ്രപഞ്ചശക്തിയോട് ആവശ്യപ്പെടാം. ഓർക്കുക, സന്തോഷമെന്നാൽ വ്യത്യസ്തമായ ആളുകൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. ശരിയല്ലേ? സന്തോഷമെന്നാൽ വ്യത്യസ്തരായ ആളുകൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. കൃപയും ഭാവനയും ചേരുമ്പോഴാണ് പ്രയോഗയോഗ്യമായ വിശ്വാസം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഓരോ വരികളും പോകുന്നത്. ഞാൻ പതിയെ തലയാട്ടി. എനിക്കത് മനസ്സിലായി തുടങ്ങുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ട്. വിജയിക്കാൻ എനിക്ക് വിശ്വാസം വേണമല്ലോ. പലപ്പോഴും ബിസിനസ്സിൽ പലരും പരാജയപ്പെട്ടു പോകുന്നത് എന്താണ്? വിശ്വാസം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന ഒരു പുസ്തകം കൂടിയാണിത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ നിന്നോട് മറ്റൊരു ചോദ്യം ചോദിക്കാം. ചൂണ്ടയിൽ മീൻ കുടുങ്ങിയോ എന്ന് ആകാംക്ഷയോടെ നോക്കുന്ന ടീം അംഗങ്ങളെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. വലിയ ഭാരം കൊണ്ട് ചൂണ്ട വളഞ്ഞു. നമുക്ക് ചൂണ്ടയിടാൻ പോകാൻ ഇതുപോലത്തെ ആഡംബര നൗക ആവശ്യമുണ്ടോ? അർജുൻ ചോദിച്ചു. നമുക്ക് വെറുതെ ഒരു ചൂണ്ടയുമായി ബീച്ചിൽ പോയി നിന്ന് ചൂണ്ടയിട്ടാലും മീൻ പിടിക്കാൻ പറ്റില്ലേ? ശരിയാണ്, പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്നത് ചെറിയ മീനുകളെ ആയിരിക്കും. പിന്നെ ഇത്രത്തോളം മീൻ കിട്ടണമെന്നുമില്ല. അതും ശരി, അദ്ദേഹം പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ബോട്ടിൽ പോകുന്നത്? നമുക്ക് വേണ്ട വലിയ മീൻ പിടിക്കാൻ അല്ലേ? എല്ലാവരും ചെറിയ മീൻ പിടിക്കാനാണ് തുനിയുന്നത്. അതായത് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അതാണ് അതിൻ്റെ ചുരുക്കം. ചെറിയ മീൻ പിടിക്കാൻ.
വലിയ തട്ടുകേടില്ലാതെ സേഫ് സോണിൽ നിന്ന് ചെറിയ മീൻ പിടിച്ചുകൊണ്ട് കരയ്ക്ക് കയറാം എന്നാണ്. പക്ഷെ നടക്കത്ത കാര്യമല്ല, നടക്കില്ല അത്. അപ്പോൾ വലിയ മീനെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ വലിയ ബോട്ടിൽ തന്നെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും എന്നാണ് ഇതിനകത്ത് അർജുനിലൂടെ റൂബിൾ സാർ പറഞ്ഞു വരുന്നത്. നമുക്ക് വേണ്ട വലിയ മീനിനെ പിടിക്കാൻ ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ വീണ്ടും ഭാരം കൊണ്ട് വളഞ്ഞ അവരുടെ ചൂണ്ടയിലേക്ക് നോക്കി. അതെ, അതുകൊണ്ടാണ് നാം വിശ്വാസം പരിശീലിക്കുന്നത്. സ്ലീവ് ജോബ്സ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ലാളിത്യമാണ് ഏറ്റവും ആത്യന്തികമായ പരിഷ്കാരം. ഞാൻ പറയുന്നു, വിശ്വാസമാണ് ഏറ്റവും ആത്യന്തികമായ ലാളിത്യവും പരിഷ്കാരവും. വിശ്വാസം കൊണ്ട് നമുക്ക് ലോകത്ത് വലിയ നന്മകൾ ചെയ്യാം. എത്ര വലിയ വിശ്വാസമുണ്ടോ അത്രത്തോളം വലിയ നന്മകളും. ഇതാണ് അദ്ദേഹം പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അർജുൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് ഇതിൻ്റെ ഓരോ സന്ദേശങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചിന്തിപ്പിക്കുന്ന ഓരോ ഭാഗങ്ങളും നമ്മളെ വളരെ വളരെ ചിന്തിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ഒരു നേട്ടങ്ങളിലേക്ക് എത്താൻ എത്രയോ നാളത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് ഒരു പ്രസ്ഥാനം, ഒരു സംരംഭം. അതിപ്പം ഒരുപാട് സ്റ്റാർട്ടപ്പുകളൊക്കെ ആയിട്ട് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ചെറുപ്പക്കാരൊക്കെ പഠിച്ചിറങ്ങി അവർ ചെയ്ത് വിജയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വളരെ വളരെ നമുക്ക് പോസിറ്റീവാണ്. അപ്പം ബിസിനസ്സിനെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ബിസിനസ്സിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവരിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ചെയ്തിട്ട് പരാജയത്തിൻ്റെ വക്കിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ വിജയിച്ചവർക്ക് കുറച്ചും കൂടെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ കാണും. അപ്പം അവരൊക്കെ എന്ത് ചെയ്യുക? ഈ പുസ്തകം ഒന്ന് ജസ്റ്റ് ഒന്ന് മേടിച്ചൊന്ന് വായിച്ചു നോക്കുക. പല പുസ്തകങ്ങളുണ്ട് മാർക്കറ്റിൽ, പക്ഷേ ഇത് എനിക്ക് കൊള്ളാം, അത്യാവശ്യം നിലവാരമുള്ളൊരു പുസ്തകമാണെന്ന് തോന്നി. US-ലാണ് റൂബിൾ സാറ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വലിയൊരു അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. സാമ്പത്തിക ഭദ്രത എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.